സംസാരിച്ചു പോയി. വലിയൊരു കാര്യം, നല്ലൊരു കൈയടി കൊടുക്കാമോ? കാര്യം നമ്മുടെ അച്ഛനമ്മമാർക്കും ഇതിന് പറ്റണം. നമുക്ക് പറ്റാണ്ടൊന്നല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ചിന്തകൾക്ക് മാറി പോകുന്നതുകൊണ്ടാണ്. എങ്കിലും പാസ്സായി പോകണ്ടല്ലോ, അതിന്റെ ദൈവാനുഗ്രഹമാണ്. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. എന്നാലും ഞാൻ കലാഭവൻ മണിച്ചന്റെ പാട്ടുകളൊക്കെ പാടി അദ്ദേഹം സ്റ്റേജിൽ അവതരിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അനുകരിച്ച് അരിപിടിച്ച് പോണ ചെറിയൊരു കലാകാരനാണ്. മിമിക്രി, നാടൻ പാട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. 1-2 സിനിമകളിൽ ചെറിയ വേഷം ചെയ്യാൻ അവസരം കിട്ടി. ഇപ്പോൾ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിനകത്തേക്ക് ചെറിയൊരു വേഷമുണ്ട്. ഓട്ടത്തുള്ളൽ എന്ന പടത്തിന്റെ പേര്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണല്ലോ, എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അനുജന്മാരോടും അനുജത്തിമാരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ച് വളരുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവിനെയും തള്ളിക്കളയാതെ അതും മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടാവും, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ടാവും, നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ടാവും, നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ടാവും, നന്നായിട്ട് കഥ എഴുതുന്നവരുണ്ടാവും. ഒരുപാട് കഴിവുകളുണ്ട്. എല്ലാവർക്കും സെയിം ആയിട്ടാണ് തമ്പുരാൻ കഴിവ് തന്നേക്കാം. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചില കഴിവുകളായിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. പെട്ടെന്നൊന്നും സൂക്ഷിച്ചിട്ട പോലെ ലേറ്റ് കത്തൂല്ല. അപ്പൊ കുറച്ച് ടൈം എടുത്തായാലും നിങ്ങൾ അതിനകത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പ്രശസ്തി, നിങ്ങളൊരു ഉന്നതിയിലേക്ക് എത്തും. കാര്യം നമ്മളെ ഈ ചെറുപ്പത്തിൽ ഒരു കഥ കേട്ടിട്ടില്ലേ? ദാഹിച്ച് എന്നിട്ട് വലഞ്ഞു വന്നൊരു കാക്കയ്ക്ക്, നിങ്ങൾ ഒരു കുടത്തിനകത്ത് വെള്ളത്തിന്റെ കഥ കേട്ടല്ലേ? ആ കാക്ക കുടം നോക്കിയെന്ന് വെള്ളക്കാക്കെന്ന് പറയണോ? പുള്ളിയുടെ ഇല്ല. പുള്ളി എന്താ ചെയ്തത്? ഒരേ കല്ലുകൾ ഇങ്ങനെ പറക്കി എനിക്ക് കുടിക്കാൻ പാകത്തിന് വെള്ളം പൊന്തി വന്നവരെ പറക്കി ഇട്ടുകൊണ്ടിരുന്നു. അതൊരു പ്രയത്നമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനോട് പ്രയത്നിക്കണം. പഠിച്ചാലാണ് നല്ല വിജയം കിട്ടുള്ളൂ. നിങ്ങൾ പ്രവർത്തിച്ചാലാണ് നിങ്ങൾക്ക് അതിനോടൊരു കാര്യം കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്റെ ആള് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്നെ ആള് രക്ഷപ്പെടുത്തിക്കോളും. ആ റൂട്ട് പിടിക്കാണ്ട് ആളൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകോളാം എന്നുള്ള രീതിയിൽ ഓരോ ചവിട്ടി പഠിക്കുന്ന ചവിട്ടി കയറാൻ ശ്രമിക്കുക. പരിശ്രമിക്കുന്നതോറും നിങ്ങൾക്ക് വിജയം കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. പരീക്ഷകൾ ഇനിയും വരും. വീണ്ടും നമ്മൾ പരീക്ഷ എഴുതും, ജയിക്കും. തോൽവി ഉണ്ടാവും, പേടിക്കേണ്ട, വീണ്ടും എഴുതാം. അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാവരും തമ്മിൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി പരിപാടിയിലേക്ക് പോവാം അല്ലെ? സൂരജിനൊന്നും പറയണ്ട, സൂരജ് പാടി കാണിച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സൂരജ് ഒരു പാട്ടായിട്ട് വരും. പ്രേമത്തിന് കുറച്ച് തിരക്കുണ്ട്, അത് കാരണം കുറച്ച് പേർക്ക് സമ്മാനം തരാം കേട്ടോ. സമ്മാനം കിട്ടിയ ആൾക്കാർ അതുകൊണ്ട് പോവില്ലേ, നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യണം കേട്ടോ. പേര് വിളിക്കുന്നവര് വേഗം വരിക, സമ്മാനം ഏറ്റുവാങ്ങുന്നു. ഏഞ്ചൽ, നല്ലൊരു കൈയ്യടി കൊടുക്കൂ. ഏഞ്ചൽ, അഭിനയ. ബാക്കിയുള്ളവർക്ക് വരും വഴിയിൽ തരുന്നതായിരിക്കും. ആരും സങ്കടപ്പെടുന്നുണ്ട്. പ്രേമത്തിന് കുറച്ച് തിടുക്കുള്ളത് കാരണമാണ്.